എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇൻ്റഗ്രേഷൻ ക്ലാസ്സുകൾ 10ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് 11ാമത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ പേര്, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന കണ്ടൻറ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നതാണ്. നമ്മുടെ എങ്ങനെ കോമൺ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ റിസൾട്ടുകൾ പഠിച്ചിരുന്നു, അതിനുശേഷം കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് പഠിച്ചിരുന്നു, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പഠിച്ചിരുന്നു. അതാണ് ഇതിനു മുമ്പുള്ള 10 ക്ലാസ്സുകളിലായിട്ട് ഇൻ്റഗ്രേഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചില പ്രദേശത്താണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, വേറൊരു പുതിയ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇത് എഫ് എന്നോ ജി എന്നോ ഒക്കെ പല നൊട്ടേഷൻസ് ഉപയോഗിക്കാം. എന്തായാലും ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഫംഗ്ഷൻ കിട്ടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇത്തരത്തിലാണെങ്കിൽ y = എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇൻ്റർവെല്ലിലാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് ഓൺ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്ന റിയൽ ലൈൻ ഇങ്ങനെ ഒരു ഗ്രാഫിലാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് മുതൽ വേറൊരു പോയിന്റ് ബി വരെ നമ്മൾ ഈ y = എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് = എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ബി മൈനസ് ദിസ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂ അറ്റ് എ. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ജോമെട്രിക്കലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ എ ടു ബി ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ആക്ച്വലി ദി ഏരിയ അണ്ടർ ദിസ് കർവ് ഫ്രം എ ടു ബി. ഏരിയ ഈ കർവിനും എക്സിനും ഇടയിലുള്ള എ തൊട്ട് ബി വരെയുള്ള ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ഏരിയ ഓഫ് എ സർക്കിളൊക്കെ കാണാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇത് ഏരിയയുടെ ഐഡിയ വരുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി നമുക്ക് കാര്യമായിട്ട് പറയാം. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നേരത്തെ പഠിച്ചിരുന്ന ഇൻ്റഗ്രേഷൻ്റെ അതേ പ്രോബ്ലംസോട് കൂടി നമുക്ക് ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ കൂടി അഡീഷണൽ ആയിട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. പഴയ ഇൻ്റഗ്രേഷൻ്റെ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഞാനത് ഉപയോഗിച്ചാലും അതിനു മുമ്പ് ഇവിടെ ചില പ്രോപ്പർട്ടീസ് കൂടി പറയാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് വൈ ഡി വൈ എന്ന് പറയുന്നതും തുല്യമാണ്. അതായത് ഇവിടുത്തെ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ അപ്രസക്തമാണ്, ഈസ് ഇമ്മെറ്റീരിയൽ, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇൻ്റഗ്രൽ എ ടു ബി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എക്സിന് പകരം വൈയും കൊടുത്താൽ മതി, വേരിയബിൾ മാറ്റിയാൽ മതി. ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂവിന് പോലും മാറ്റം വരില്ല. ഈ എക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താലും വൈ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ഇവിടെ നമുക്ക് ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. മറ്റൊന്നും കൂടി സൂചിപ്പിക്കട്ടെ, നമ്മൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ റിസൾട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, മറ്റൊരു സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് = നെഗറ്റീവ് ഇൻ്റഗ്രൽ ഫ്രം ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഇൻ്റർവൽ, ഇതിനെ എക്കും ബിക്കും പറയുന്നത് ഇൻ്റർവൽ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ഇൻ്റർവൽ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് എ ബി എന്ന് പറയുന്ന ഇൻ്റർവൽ. ഇതിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയും. ഓക്കെ, അതൊക്കെ ചില പേരുകളൊന്നും മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രോപ്പർട്ടി കൂടി, ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് = ഇൻ്റഗ്രൽ ഫ്രം എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വേർ എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി. അതായത് ഇവിടെ എയ്ക്കും ബിക്കും ഇടയിലൊരു വാല്യൂ സി ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ്. അതായത് നമ്മൾ ആ ഇൻ്റർവെൽ ഓഫ് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചില അവസരങ്ങളിലൊക്കെ നമുക്കത് ഉപയോഗപ്പെട്ടേക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ അധികം ഉപയോഗം വന്നൊന്നും വരില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനുകളിലേക്ക് കടന്നാൽ ഞാൻ പറഞ്ഞു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. അഡീഷണൽ ആയിട്ട് ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഫ്രം 1 to 3 x² - 2x + 3 dx എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇൻ്റഗ്രൽ ഫ്രം 1 to 3 x² - 2x + 3 dx = ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾക്കറിയാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ x³ / 3 - 2x² / 2 അത് x² ആവും പ്ലസ്
3x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ വരുമ്പോൾ നമുക്ക് സി അറ്റ് എയും അറ്റ് ബിയും സി തന്നെ ആയതുകൊണ്ട് നമ്മളിത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ചെയ്യുമ്പോൾ അവിടെ സി മൈനസ് സി എന്ന് പറയുന്നത് 0 വരും. അതുകൊണ്ട് ഇവിടെ സി എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എഴുതേണ്ട ആവശ്യമില്ല. എഴുതിയാലും അത് 0 ആയി പോവുകയാണ്. അപ്പോൾ ഇവിടെ 1 to 3യിലുള്ള ഇതിൻ്റെ വാല്യൂസിൻ്റെ ഡിഫറൻസ് ആണ് കാണിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതിൻ്റെ ഇൻറ്റഗ്രൽ എഴുതി ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി അതിൻ്റെ ലോവർ പാർട്ടിൽ 1 അപ്പർ പാർട്ടിൽ 3 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 3 മൈനസ് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് 1. ഇവിടെ 3യിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3³ / 3 മൈനസ് 3 സ്ക്വയർ പ്ലസ് 3 × 3. ഇതാണ് ഈ എഫ് ഓഫ് എ എന്ന് എഴുതിയ അല്ലെ ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 3 അതാണ് എഴുതിയത്. മൈനസ് ഇതിൽ നിന്നും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 1 കുറയ്ക്കണം. x³ പകരം പകരം 1 കൊടുക്കുമ്പോൾ 1/3 വരും. മൈനസ് 1 സ്ക്വയർ വരും. പ്ലസ് 3 വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 3 ഇത് ആദ്യം എഴുതിയിരിക്കുന്നു. മൈനസ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 1 എഴുതി. ഇപ്പോൾ ഇതെല്ലാത്തിനും മൈനസ് വരുന്നത് കൊണ്ട് ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ എല്ലാവർക്കും ആ മൈനസ് സൈൻ കിട്ടില്ല. അങ്ങനെ കിട്ടാതിരുന്നാൽ അത് തെറ്റിപ്പോകും. അതേസമയം ഇവിടെ ആദ്യത്തെ എക്സ്പ്രഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബ്രാക്കറ്റ് ഇടണമെന്നില്ല. ഇട്ടില്ലെങ്കിലും അവിടെ കുഴപ്പമൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക എന്ന് മാത്രം ഒറ്റ പണിയാണുള്ളത്. സിംപ്ലിഫിക്കേഷൻ നമ്മുടെ പഴയ റൂൾസും ഒക്കെ ഇവിടെയും ബാധകമാണ്. ഇവിടെ 3³ / 3 എന്ന് പറയുന്നത് 3 × 3 × 3 ആണ്. ഒരു 3 പോയാൽ 3 സ്ക്വയർ ഉണ്ട് 9 മൈനസ് 9 പ്ലസ് 3 × 3 9 മൈനസ് ഓഫ് ഇതിനുള്ളിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്. 1/3 അവിടെ നിൽക്കട്ടെ. മൈനസ് 1 പ്ലസ് 3 ഈക്വൽ ടു 9 മൈനസ് 9 0 പ്ലസ് 9 മൈനസ് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് പോയ 1/3. ഇവിടെ -1 പ്ലസ് 3 എന്ന് പറയുന്നത് +2 ആയിട്ട് മാറും. +2 × -1 എന്നുള്ളത് -2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 3 ടേംസ് ഉണ്ട്. 9 മൈനസ് 1/3 -2. ഇത് 9ഉം 2ഉം ഇവിടുത്തെ ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് അത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് +9 -2 ഉണ്ട്. 7 -1/3. അപ്പോൾ ഇത് ഫ്രാക്ഷനും ഒരു ഇൻറ്റീജറും തമ്മിലുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 3 ആക്കാൻ വേണ്ടി 3 × 7 21 -1 ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതിയാൽ മതി. 21 - 1 20/3. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതൊരു 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ 1 മാർക്ക്, ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മാർക്ക്, ബാക്കി ഫൈനൽ ആൻസർ ചെയ്യുമ്പോൾ 1 മാർക്ക്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇട്ടിട്ട് പോകരുത്. പരമാവധി അത് സിംപ്ലിഫൈ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നത് പോലെ. എന്ന് വെച്ച് അത് തെറ്റിച്ച് കളയരുത്. സൂക്ഷിച്ച് സിംപ്ലിഫിക്കേഷൻസിൻ്റെ റൂൾസൊക്കെ വെച്ച് ചെയ്യുക. എന്തായാലും ഈ ഇൻറ്റഗ്രേഷൻ്റെ ആദ്യത്തെ പാർട്ടാണ് പ്രധാനപ്പെട്ട പാർട്ട്. നമുക്കത് അതിൻ്റെ ഐഡിയ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇൻറ്റഗ്രൽ 0 to π/2 cos x dx. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യം ഇൻറ്റഗ്രൽ ഓഫ് cos x എഴുതാൻ പറ്റിയാൽ അത് ചെയ്യാൻ സാധിച്ചാൽ ബാക്കിയൊക്കെ നിസ്സാരമാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to π/2 cos x dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ cos x ഈസ് sin x ആണ്. sin x-ൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ cos x. സംശയം കൊണ്ട് തിരിച്ച് ചെക്ക് ചെയ്താൽ മതി. ഫ്രം 0 to π/2 0 തൊട്ട് π/2 എന്ന് പറഞ്ഞാൽ sin x at π/2 അത് sin π/2 ആണ്. മൈനസ് sin x at 0 sin 0. സൈൻ്റെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂസ് ഒക്കെ ഇവിടെ പലയിടത്തും വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് 0 30 ഡിഗ്രി എന്ന് പറയുന്നത് π/6 ആണ്. ദെൻ 45 ഡിഗ്രി ഉണ്ട് π/4 റേഡിയൻ ആണ്. ദെൻ 60 ഡിഗ്രി എന്നുള്ളത് π/3 റേഡിയൻ ആണ്. ദെൻ 90 ഡിഗ്രി എന്നുള്ളത് π/2 റേഡിയൻ ആണ്. ആ റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള ബന്ധം S1-ൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് S1-ൽ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടി അതൊന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ sin π/2 എന്ന് പറയുന്നത് sin 90 ആണ്. അത് 1 ആണ്. മൈനസ് sin 0 0 ആണ്. അപ്പോൾ 1 - 0 1. അപ്പോൾ ഇതാണ് ഇൻറ്റഗ്രൽ 0 to cos π/2. അപ്പോൾ യഥാർത്ഥത്തിൽ cos x-ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് 0-ൽ ഇങ്ങനെ പോകുന്നു. 0-ൽ 1 ആണ്. π/2-ൽ 0 ആണ്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. π/2. ഇവിടെ യഥാർത്ഥത്തിൽ 0 to π/2 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ പാർട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടിരിക്കുന്നത്. ഈ ഏരിയ അണ്ടർ ദിസ് കർവ് ഫ്രം 0 to π/2 ഇതാണ് 1 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
ഇവിടെ ഏരിയയുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കില്ല, ഈ യൂണിറ്റ് ചോദിക്കില്ല, അടുത്ത യൂണിറ്റിൽ വേണമെങ്കിൽ വരാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് റോമൻ ലെറ്റർ 3. ഇൻ്റഗ്രൽസ് 1 to infinity dx by 1 plus x square. ഇൻ്റഗ്രൽ 1 by 1 plus x square നമുക്കറിയാം tan inverse x ആണ്. അപ്പോൾ ഇവിടെ tan inverse x ഫ്രം ഡെഫിനിറ്റ് ആയതുകൊണ്ട് 1 to infinity എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം tan inverse at infinity മൈനസ് tan inverse 1. tan inverse ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ വാല്യൂ എവിടെയാണ് ഇൻഫിനിറ്റി വന്നിരുന്നത്? ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ടാൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നത് കോസ് വാല്യൂ 0 വരുമ്പോഴാണ്. അത് π/2 നമ്മുടെ ആദ്യത്തെ ആംഗിളുകളിൽ. അപ്പോൾ π/2 മീൻസ് 90 ഡിഗ്രി. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. ടാനിന് 1 വാല്യൂ വരുന്നത് 45 ഡിഗ്രിയിലാണ്, അതല്ലെങ്കിൽ π/4 റേഡിയനിലാണ്. അപ്പോൾ π/4 എന്നിവിടെ വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുക. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 2ഉം 4ഉമാണ്. കോമൺ ഡിനോമിനേറ്റർ 2 ആക്കിയാൽ മതി. അതിന് LCM ഓഫ് 2 and 4 2 ആണ്. അല്ലെങ്കിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2π മൈനസ് π ഓൾ ഡിവൈഡഡ് ബൈ ഇത് 2π/4 ആണ് വരുന്നത്. ഈക്വൽ ടു 2π മൈനസ് π. 2πയിൽ നിന്ന് ഒരു π കുറച്ചാൽ പയ്യേ ഉണ്ടാവും. π/4. ഇതാണ് ആൻസർ. ഇനി നിങ്ങൾക്ക് ഇതിവിടെ വരെ ചെയ്ത് വെക്കാൻ പറ്റിയെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് അറിയില്ല, അവിടെ നിർത്തിക്കോളൂ. ചിലപ്പോൾ അരമാർക്ക് കുറയും എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് 90% അല്ലെ 75% മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ റിസൾട്ട് അറിയുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ആൻസറുകളിൽ എത്തിക്കോളും, അല്ലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഉള്ള ക്വസ്റ്റ്യനുകൾ ചിലതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമയം നീണ്ടുപോകും. പരമാവധി ചെയ്യാം. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ 3 to 11 റൂട്ട് 2x + 3. ഈ റൂട്ടൊക്കെ കണ്ട് പേടിക്കണ്ട. റൂട്ട് എന്ന് പറയുന്നത് റേസ് ടു 1/2 ആണ്. അപ്പോൾ 3 to 11 ആണ്, പയ്യല്ല. 3 to 11 2x + 3 റേസ് ടു 11 dx. ഇപ്പോൾ ഇത് ഒരു f(ax + b) ആണ്. നമുക്ക് നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 2x + 3 എന്നതിനെ പകരം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് du എന്നുള്ളത് ഇതിൻ്റെ du/dx ഡെറിവേറ്റീവ് 2x + 3 ആണ്. അത് 2 വരും. അപ്പോൾ 2dx എന്നോ അല്ല, du/dx 2 ആണ്. du/2 എന്നുള്ളതിനെ നമുക്ക് dx എന്ന് എഴുതാൻ സാധിക്കും. എത്ര ഒരു സ്റ്റെപ്പ് കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതിക്കോളൂ. അപ്പോൾ dxന് പകരം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ അല്ലെങ്കിൽ ഇൻ്റർവെൽ ഓഫ് ഇൻറ്റിഗ്രേഷനും ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഇൻ്റർവെൽ ഓഫ് ഇൻറ്റിഗ്രേഷനാണ് ഉണ്ടാവുന്നത്. അത് അല്ലെ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റിഗ്രേഷൻ മാറ്റം വരുന്നുണ്ട്. നിങ്ങളതിൽ നല്ലത് ഈ എക്സിൽ തന്നെ തിരികെ കൊണ്ടുവന്ന ശേഷം ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇത് ഇൻ്റഗ്രൽ x = 3 to 11 ആണ്. നമ്മളത് യുവിലേക്ക് കൺവേർട്ട് ചെയ്താൽ u⁻11 × du/2 എന്ന് ആയിട്ടുണ്ട്. അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ u⁻11 by 2 ഉണ്ട്, by 11 ഉണ്ട്, 22 ഫ്രം x = 3 to 11 ആണ്. u = 3 to 11 അല്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ തിരികെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 2x + 3 റേസ് ടു 11 by 22 ഫ്രം 3 to 11. ഇനി x = എന്ന് എഴുതണമെന്നില്ല. ഓക്കെ, ഇനി 11 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/22 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ഔട്ട് സൈഡിൽ എഴുതി വയ്ക്കാൻ കുഴപ്പമില്ല. 2x + 3 at 11 എന്ന് പറയുമ്പോൾ 2x + 3 റേസ് ടു 11 at 11 ആണ്. അതെല്ലാം 11 ആയിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 2 × 11 22 + 3 റേസ് ടു 11 മൈനസ് 1/22 കോമൺ ആണ്. മൈനസ് ഇവിടെ x 3 കൊടുക്കുമ്പോൾ 2 × 3 6 + 3 റേസ് ടു 11 ഈക്വൽ ടു 1/22 ഇൻറ്റു 22 + 3 25 റേസ് ടു 11 മൈനസ് 6 + 3 9 റേസ് ടു 11.
ഇത്ര എഴുതി വെച്ചാൽ മതി. നിങ്ങൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പോകണമെന്നില്ല. 1/22 ഇൻറ്റു ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ അറ്റ് 11, അതാണ് ഈ എഴുതിയിരിക്കുന്നത് 25/11 മൈനസ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ അറ്റ് 3, അതാണ് 9, 3, 2, 6, 6, 3, 9/11 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാൽക്കുലേറ്ററൊക്കെ ഉള്ളത് കൊണ്ട് അത് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനും ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കത് ഹോംവർക്കായിട്ട് ചെയ്യാം. √1+3x ആണ് ഇവിടെ വരുന്നത്. അതിന് പകരം യു എന്ന് കൊടുക്കുക. യു എന്ന് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. യു മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഓക്കെ, അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 2x² ഇൻറ്റു x³ + 1 dx. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ തോന്നിയേക്കാം, ഇവിടെ x³ + 1 വരെ യു കൊടുത്താൽ ഇത് പൊയ്ക്കൊള്ളുമല്ലോ എന്ന് തോന്നാം. അത് ചെയ്താലും തെറ്റൊന്നുമില്ല. അതിലും നല്ലത് അതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻ്റഗ്രൽ 0 to 2x² × x³ x⁻3 2 + 3 5 ആണ്, പ്ലസ് x² × 1 x² ആണ്, dx ആണ്. അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം x⁻6/6 പ്ലസ് x³ 3 ഫ്രം 0 to 2 ഈക്വൽ ടു 2ലുള്ള ഇതിൻ്റെ വാല്യൂ 2⁻6/6 പ്ലസ് 2³ 3. ഇതാണ് ആദ്യത്തെ എക്സ്പ്രഷൻ്റെ വാല്യൂ അറ്റ് 2 മൈനസ് 0⁻6 പ്ലസ് 0⁻3 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആദ്യത്തെ ടേമേ അവിടെയുള്ളൂ, ബാക്കി -0 എന്ന് വരുന്നു. ഇനി 2⁻6/6 എന്നുള്ളതിൽ ഇവിടെ ഒരു 2 ഉണ്ട്. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരത് ചെയ്യുക. അതല്ലെങ്കിൽ 2⁻6/6 പ്ലസ് 2³ 3 എന്ന് എഴുതി നിങ്ങൾക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. അത് ഒരു സ്റ്റെപ്പ് ചെയ്യാവുന്നത്. ഇവിടെ ഒരു 2 ഉണ്ട്, 2 പോയാൽ ബാക്കി 2⁵5/3 പ്ലസ് ഇവിടെ 2³ 3 എന്നാണ്. 2⁵5 എന്നുള്ളത് ഇത് 8 ഗുണം പിന്നെ 4 ആണ് 32. 32 + 8 ഓൾ ഡിവൈഡഡ് ബൈ 3 ആണ് ഈക്വൽ ടു 32 + 8 40/3. ഇതുവരെ ചെയ്യാം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഡെസിമൽ ഫോമിലേക്ക് എത്തും. അതിൽ നല്ലത് ഡെസിമലൊന്നും പോവാതെ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ, അതും ഓക്കെ. ഇൻ്റഗ്രൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ഇൻ്റഗ്രൽ 0 to 1 x into 1 - √x² dx എന്നുള്ളതാണ്. ഇവിടെ 1 - √x-നെ എക്സ്പാൻഡ് ചെയ്താൽ 1 - √x-നെ അല്ല 1 - √x² എക്സ്പാൻഡ് ചെയ്താൽ ഇത് a-b² ഫോമിലാണ്. അത് a² 1² മൈനസ് 2ab 2 × 1 × √x 2√x പ്ലസ് b² √x², അത് x ആണ്. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് x into 1 - √x² എന്ന് പറയുമ്പോൾ x into 1 - 2 √x പ്ലസ് x എന്ന് വരും. ഈക്വൽ ടു x into 1 x മൈനസ് 2 into √x into x എന്ന് പറയുമ്പോൾ x⁻1 പ്ലസ് 1/2 ആണ് വരുന്നത്. ഓക്കെ, ഞാനത് എഴുതിയേക്കാം. √x പ്ലസ് x² എന്ന് വരും. ഈക്വൽ ടു x - 2 into x⁻1 ആണ്, ഇത് x⁻1/2 ആണ്. രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ x⁻3/2 എന്ന് വരും പ്ലസ് x². ഇതാണ് ഇവിടുത്തെ ഇൻ്റഗ്രൻ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x into 1 - √x² dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തപ്പോൾ x - 2 into x⁻3/2 പ്ലസ് x² dx എന്ന് വന്നു. ഇപ്പോൾ ഇൻറ്റിഗ്രേഷൻ നടത്തിയിട്ടില്ല, നമ്മൾ ആ എക്സ്പ്രഷനെ ഒന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഒന്ന് മാറ്റിയത് മാത്രം. ഈക്വൽ ടു ഇവിടെ ഓരോ ടേംസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ 0, അപ്പോൾ ഇൻറ്റിഗ്രേഷൻ നടത്താം. ഇൻറ്റിഗ്രേഷൻ നടത്തിയാൽ പിന്നെ ഇൻ്റഗ്രൽ സിമ്പിളിൻ്റെ ആവശ്യമില്ല. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 മൈനസ് 2 into x⁻3/2 ഇൻ്റഗ്രൽ x⁻3/2 പ്ലസ് 1 എന്നുള്ളത് 5/2 ആണ്. പലതവണ കണ്ടിട്ടുണ്ട്. 5/2 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് x³ 3. അത്രയുമാണ് ഇൻറ്റിഗ്രേഷൻ. ഇവിടെ ഡെഫിനിറ്റ് ആയതുകൊണ്ട് ഇത് 0 to 1, 0യിലും 1ലുമുള്ള അവയുടെ വാല്യൂസ് കണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ ടു 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/1² 1/2 മൈനസ്
ഇത് 2/5/2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 2 × 2/5 ഇത്രയും എഴുതി. x⁵5/2 എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1⁵5/2 1 എന്ത് എഴുതിയാലും ഇത് 1 തന്നെ ആയതുകൊണ്ട് 1 തന്നെ പ്ലസ് 1/3 x=1 വരുമ്പോൾ 3 മൈനസ് ഓഫ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ അറ്റ് 0. ഇവിടെ എല്ലാ ടേംസിലും എക്സ് ഉള്ളത് കൊണ്ട് 0 എക്സിന് പകരം കൊടുക്കുമ്പോൾ എല്ലാം 0 ആവും. അതുകൊണ്ട് ഇവിടെ ഒരു ബിഗ് 0 ആണ്. മൊത്തത്തിൽ ഓക്കെ, നിങ്ങൾ ബിഗ് 0 ആവാതിരിക്കണമെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1/2 മൈനസ് 2 × 2 4/5 പ്ലസ് 1/3. ഇതുവരെ ചെയ്യാൻ പുതിയ പാഠങ്ങളാണ്. പഴയ പാഠങ്ങളിൽ ആണ് ഇനി ഉള്ള സ്റ്റെപ്പിലിരിക്കുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 ഫ്രാക്ഷൻസ് ആണുള്ളത്. 2, 5, 3 എന്നാണ് അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ്. അതിൻ്റെ LCM എന്ന് പറയുന്നത് 2 കോമൺ ആയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് 2 × 5 10 × 3 30 ആണ് LCM എന്ന് പറയുന്നത്. 30 എല്ലാവരും ഡിനോമിനേറ്ററിലാക്കണം. അതിന് ഇവിടെ 30 വരണമെങ്കിൽ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 15 15 മൈനസ് ഇവിടെ 15 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 12 പ്ലസ് ഇവിടെ 15 ആക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 1 1 ഓൾ ഡിവൈഡഡ് ബൈ ഇനി 15 ഉപയോഗിക്കാം. ഇനി മുകളിലുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് പ്ലസ് 15, ഇത് മൈനസ് 12, അപ്പോൾ പ്ലസ് 3 വന്നു. പ്ലസ് 5 ആകുമ്പോൾ പ്ലസ് 8/15. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വാല്യൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി ഉള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഒരു 20 മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അതിനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി 20 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇത് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇതിനെല്ലാം ഇനി സബ്സ്റ്റിറ്റ്യൂഷനാണ് വരേണ്ടത്. ഇവിടെ x² വരണം എങ്കിൽ x³ വരെ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻ്റർവെൽ ഓഫ് ഇൻറ്റിഗ്രേഷൻ ഞാൻ എഴുതിയിട്ടില്ല. അത് ഞാൻ 0 to 1 എന്ന് എഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിലൊരെണ്ണം കൂടെ പെട്ടെന്ന് ചെയ്യാം. ഇവിടെ x³ + 3x ഡെറിവേറ്റീവിൻ്റെ പാർട്ടാണ് x² + 1 എന്നുള്ളത്. ഇതിനെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 3x² + 3 എന്ന് വരും. അത് 3 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ x² + 1 ആണ് അതിൻ്റെ പ്രധാന പാർട്ട്. അപ്പോൾ x² + 1 dx എന്നുള്ളത് du ആയിട്ട് മാറ്റപ്പെടും. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെയും അതുപോലെ തന്നെ 1 + x² u ആയിട്ട് എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവിലുള്ളതാണ് 8x⁷7. അതിൻ്റെ പ്രധാന പാർട്ടാണിത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതിലേതാ 9ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കട്ടെ. 9 ഇൻ്റഗ്രൽ 1 to 2 x² + 1 ഡിവൈഡഡ് ബൈ x³ + 3x dx എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു u = x³ + 3x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഞാൻ നേരത്തെ നമ്മൾ ഇൻ്റഗ്രേഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവിനാണെങ്കിൽ ഇതിന് പകരം കൊടുക്കേണ്ടിയിരിക്കുന്നത് x-ന് 1 കൊടുക്കുമ്പോൾ 1³ + 3 × 1 1 + 3 4 എന്ന് കൊടുക്കണം. 2 എന്ന് കൊടുക്കുമ്പോൾ 2³ 8 + 3 × 2 6 ആണ്. 8 + 6 14 എന്ന് കൊടുക്കണം. യുവിന് ലിമിറ്റിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 4 to 11 ആണ്. അതേസമയം എക്സിനെ സംബന്ധിച്ച് 1 to 2 ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്നെങ്കിൽ എക്സിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ട് 1 ും 2ഉം എക്സിന് കൊടുത്താൽ മതി. എന്തായാലും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ du = ഇത് x³ ആയിരുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് 3x² + 3. അടുത്തത് ഇതിന് 3 × x² + 1 എന്ന് എഴുതാം. ഇത് du/dx ആണ്. സോറി. അപ്പോൾ du/3 =